എന്താണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രഖ്യാപനം? അത് നമ്മുടെ സാമ്പ്രദായികമായ 10+2 എന്ന വിദ്യാഭ്യാസ ഘടനയെ 5+3+3+4 എന്നാക്കണം. സിലബസ് പൂർണ്ണമായും NCERT തരുന്ന രൂപത്തിലേക്ക് മാറണം. പൊതുവിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ സൃഷ്ടിക്കണം. സിലബസ് മാറണം. ഇവിടെയൊക്കെ ഇതൊക്കെ മാറിയോ? കേരളത്തിൽ 5+3+3+4 എന്ന നിലയിൽ സ്കൂൾ സംവിധാനം മാറിയിട്ടുണ്ടോ? ഇല്ല. ഹോളിസ്റ്റിക്കായ ഒരു അപ്രോച്ചിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ സർക്കാർ NCERT പാഠപുസ്തകങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങളെ അംഗീകരിക്കാതെ അതും കേരളത്തിൽ പഠിപ്പിക്കും എന്ന് പറഞ്ഞ സർക്കാരാണ്. എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ഇന്ത്യ ചരിത്രത്തിൽ വെട്ടിമാറ്റലുകൾ കേന്ദ്ര സർക്കാർ വരുത്തിയപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരായിരുന്നു കഴിഞ്ഞ സർക്കാർ. എന്നാൽ ആ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മതനിരപേക്ഷ നിലപാടിനെ ആകെ അട്ടിമറിച്ചുകൊണ്ടാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാവുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിരുന്ന KM ഷാജി, ഇന്ന് അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞത് അറബിക്കടൽ, വേസ്റ്റ് കൊട്ട, CPM-ൻ്റെ അധപ്പതനം, ഇല്ലാതാക്കൽ, ഇങ്ങനെ ചില വാക്കുകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുമോ, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പലതും പറയും, അതൊക്കെ കേട്ട് നിങ്ങൾ സീരിയസ് ആവരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇനി തൊട്ട് നിങ്ങളോട് പറയാനുള്ളത്, മന്ത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ സീരിയസ് ആയ കാര്യമാണോ അതോ തമാശയായ കാര്യമാണോ എന്ന് നേരത്തെ ചോദിച്ച് വല്ല സിഗ്നലും തരാൻ വേണ്ടി ആവശ്യപ്പെടണം. അല്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാർത്ഥതയില്ലാത്ത, സത്യസന്ധരല്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരം വർഗീയവാദികൾക്ക് വളരാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്നത്. അവർ സത്യസന്ധരല്ല. അന്നെടുത്ത നിലപാടിൽ അവർ സത്യസന്ധരല്ല. അവരുടെ നിലപാട് തന്നെയാണ് സംഘപരിവാറിൻ്റെ നിലപാടും എന്ന് തെളിയിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ABVP-യുടെ നേതാക്കന്മാരാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക്, മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പൂച്ചെണ്ട് നൽകിയത്, ആശംസിച്ചത്. അതെടുത്ത് വലിച്ചെറിഞ്ഞ് വേസ്റ്റ് കുട്ടയിലിടാൻ അപ്പോഴും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ PM ശ്രീ നടപ്പിലാക്കുന്ന നിലപാടിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയുമായി ആലോചനയില്ല, ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും യോഗം വിളിക്കുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിക്കാതെ എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും? 5-6 തവണ കഴിഞ്ഞ ഘട്ടത്തിൽ നടത്തുന്ന ചർച്ചയെ സംബന്ധിച്ച കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ നടത്തിയ ചർച്ചകൾ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണം. ഞങ്ങളുടെ അഭിപ്രായം സുവ്യക്തമാണ്, PM ശ്രീ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അതുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാവരുത്. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ സർക്കാരിനെ ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ SFI നിർബന്ധിതരാവും എന്നറിയിക്കുകയാണ്. യാതൊരു കാരണവശാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകരുത് എന്നുള്ളതാണ്. സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് നമുക്ക് കിട്ടണം. കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന ചിറ്റമ്മ നയം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന തെറ്റായ നിലപാട് ശരിയല്ല. ഫെഡറൽ തത്വങ്ങൾക്കെതിരെ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രം നമുക്ക് തരാനുള്ള എല്ലാ കുടിശ്ശികയും തരേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും ഇല്ലാതാക്കാൻ ഒരു ഫണ്ടും ലഭിക്കേണ്ടതില്ല, കേരളം മുടിഞ്ഞു പോട്ടെ വലതുപക്ഷം ആഗ്രഹിച്ചതുപോലെ ഒരു ആഗ്രഹം ഞങ്ങൾ വെച്ചു പുലർത്തില്ല. സർവശിക്ഷാ അഭിയാൻ ഫണ്ട് നമുക്ക് കിട്ടണം. അത് നമ്മുടെ അവകാശമാണ്. അതിന് മറ്റ് സാധ്യതകൾ തേടണം. അതിന് കോടതിയിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകണം. ഇവിടെ MOU ഫ്രീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. MOU ഫ്രീസ് ചെയ്യപ്പെട്ടതാണ്. അതുമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ ഇവിടെ PM ശ്രീ നടപ്പിലാക്കപ്പെടില്ല. അപ്പോൾ അവ്യക്തമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഒരു പുകമറ സൃഷ്ടിച്ച് PM ശ്രീ നടപ്പിലാക്കാനാണ് UDF സർക്കാർ തയ്യാറാവുന്നതെങ്കിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് SFI അതിനെ ചെറുക്കും എന്നുള്ളതാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം രാജ്യത്തെമ്പാടും കോൺഗ്രസ് സംഘപരിവാറിന് കുടപിടിക്കുന്ന നിലപാടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലും കാണുന്നത്. അന്ന് ചില വിദ്യാർത്ഥി സംഘടനകളെ കേരളത്തിൻ്റെ തെരുവിൽ കണ്ടിരുന്നു. അവരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. KSUവും MSFും പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ അന്ന് തെരുവിൽ നടത്തിയ അരാജക സമരങ്ങൾ, വിദ്യാർത്ഥികളെ അക്രമ സമരത്തിന് ഉൾപ്പെടെ പ്രേരിപ്പിച്ചുകൊണ്ട് തെരുവിലിറക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിട്ടാണ് അവരന്ന് പെരുമാറിയത്. അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റും പ്രസ്താവനയും ഒക്കെയും നിങ്ങളുടെ ലൈബ്രറികളിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലൊക്കെ ലഭ്യമാണ്. എത്ര കുശാഗ്ര ബുദ്ധിയോടുകൂടിയാണ് അവർ കേരളത്തിലെ വിദ്യാർത്ഥിത്വത്തെ പറ്റിച്ചത്? എന്താണ് അവരുടെ ഇപ്പോഴുള്ള നിലപാട്? ആ നിലപാട് അറിഞ്ഞാൽ കൊള്ളാം.
ഞങ്ങളുടെ നിലപാട് ചോദിച്ച് അന്ന് എല്ലാവരും വന്നു. ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, ഞങ്ങൾക്ക് PM ശ്രീ നടപ്പിലാക്കുന്നതിൽ ആശങ്കയുണ്ട്, അത് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. PM ശ്രീയും പുതിയ വിദ്യാഭ്യാസ നയവും ഒന്നാണ്. ഈ നിലപാട് തന്നെയായിരുന്നു. അന്ന് പാലക്കാട് വെച്ചായിരുന്നു എന്നെ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകർ വന്നത്. എന്തേ ഈ മാധ്യമപ്രവർത്തകരൊന്നും അവരെ അന്വേഷിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി വെക്കട്ടെ. തീർച്ചയായും അവരെ അന്വേഷിക്കണം. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ചാനൽ ഓവർ ടൈം പണിയെടുത്താണ് അന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അതിലൂടെ കടന്നു വരുന്ന പൗരത്വത്തിനെതിരെയും മനുഷ്യർക്കെതിരെയുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ഇരുട്ടുമുറിയിലിരുന്ന് ചർച്ച ചെയ്തത്. അവരിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാത്രി അവർ ചർച്ച ചെയ്യുന്നത് സർവകലാശാലകളുടെ കാവ്യവൽക്കരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, കേരളത്തിൽ PM ശ്രീ കൂടി നടപ്പിലാക്കുന്നുണ്ട് എന്ന് അതിൻ്റെ എഡിറ്ററെയും അതിൻ്റെ ചീഫ് എഡിറ്ററെയും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മീഡിയ വൺ ചാനൽ ഇതൊക്കെ കാണുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി അങ്ങോട്ടേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയും കേരളം ചർച്ച ചെയ്യുന്നുണ്ട്, കേരളത്തിലെ മനുഷ്യർ കാണുന്നുണ്ട്. ഇത്രയധികം നുണ പറഞ്ഞുകൊണ്ട്, ഇത്രയധികം വ്യാജമായി ഒരു വ്യാജ സമ്മതി സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു അംഗീകാരം ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഈ പറഞ്ഞ SSK ഫണ്ടിന് വേണ്ടി മാത്രമാണോ ഈ ഒപ്പിടൽ, ഈ കീഴടങ്ങൽ? അല്ല, ഇത് ഡീലിൻ്റെ ഭാഗമാണ്. ആ ഡീലിൻ്റെ ഭാഗമായുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം നമ്മൾ കണ്ടു. അതെന്താണ്? MG സർവകലാശാലയുടെ VC ആയി ഒരു സംഘപരിവാറുകാരൻ വരുന്നു. അയാളെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നില്ല. അതിൻ്റെ സെനറ്റിലേക്ക് 19 RSSകാർ വരുന്നു. അതിനോട് പ്രതികരണമില്ല. ഞാനെന്താ ഇതിനോട് ഗുസ്തി പിടിക്കണോ എന്ന ചോദ്യമാണ് മന്ത്രി ചോദിച്ചത്. ഗുസ്തി പിടിക്കാൻ ഇത് ഗോതയുമല്ല, ഒളിമ്പിക്സുമല്ല. ഇവിടെ കൃത്യമായി നിലപാട് പറയണം. നിലപാട് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്താ കുറിച്ചത്? ഇന്നും നാളെയും മറ്റന്നാളും ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. പക്ഷേ ഗവർണർക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഈ നിമിഷം വരെയും. VCമാർ മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. VCമാർക്ക് മാപ്പ് പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല. അവരിതുവരെ പറഞ്ഞതായി കേട്ടില്ല. കാരണം അവർ RSS ആണ്. മാപ്പ് പറഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ശീലം അവർക്കുണ്ടാവും. പക്ഷേ മാപ്പല്ലല്ലോ ആവശ്യം. ഗവർണറോട് അതൃപ്തി അറിയിക്കണം. ഫെഡറൽ തത്വങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇടപെടുന്നത് തെറ്റാണെന്ന് പറയണം. അതെന്താ പറയാൻ മടിക്കുന്നത്? അത് പറയില്ലെന്ന് ഇന്നലെ കൊണ്ട് ഉറപ്പായി. എന്താ കാരണം? ഗവർണർ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. ആരുടെ മീറ്റിംഗാണ് വിളിച്ചത്? VCമാരുടെ മീറ്റിംഗ് ചാൻസലർ എന്ന നിലയിൽ വിളിച്ചോട്ടെ. പക്ഷേ എന്താണ് B അശോകിന് അവിടെ കാര്യം? എന്താണ് B അശോക് എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഗവർണറോട് കാര്യം? അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക് ഭവനാണ്. ലോക് ഭവനാണോ ഇത് റണ്ണ് ചെയ്യേണ്ടത്? ഉന്നത വിദ്യാഭ്യാസ മേഖല സർക്കാരിൻ്റെ കീഴിലല്ലേ? സെക്രട്ടേറിയറ്റിൽ അവർക്കൊരു അനക്സിൽ ഒരു റൂമും ഒരുപാട് സ്റ്റാഫും 10-40 സ്റ്റാഫും ഡ്രൈവറും വകുപ്പ് മന്ത്രിക്ക് ഔദ്യോഗിക വസതിയും എല്ലാ സംവിധാനങ്ങളും ഒക്കെ കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ റോജി എം ജോണിന് എന്താണ് പണി? റോജി എം ജോൺ കടുത്ത അസംതൃപ്തിയിലാണ് എന്നൊരു വാർത്ത കൂടി ഞങ്ങൾ അറിഞ്ഞു ഈ വകുപ്പ് നൽകിയതിന്. സാധാരണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട വകുപ്പാണ്. പക്ഷേ റോജി എം ജോണിന് പോലും മനസ്സിലായിരിക്കുന്നു ഈ വകുപ്പിൽ തനിക്കൊന്നും ചെയ്യാനില്ല. കേവലം നോക്കുകുത്തിയായി റോജി എം ജോൺ മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്കും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ശംസുദ്ദീൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അത് ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു പോകുന്ന തരത്തിലേക്ക് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്.